നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കിയല്ലോ. ആരായിരിക്കും നോക്കൗട്ട് സ്റ്റേജിലെ ആദ്യ മത്സരത്തിൽ, അതായത് റൗണ്ട് ഓഫ് 32-ൽ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് വരിക? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. എല്ലാ സാധ്യതകളും നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൂപ്പ് ജെയിലുള്ള അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഗ്രൂപ്പ് എച്ചിലെ ടീമാണ്. അർജൻറ്റീന 1 or 2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അർജൻറ്റീന ഒന്നാമത് തന്നെ ഫിനിഷ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ 2 കളി 6 പോയിൻറ്റുമായിട്ട് അർജൻറ്റീന നിൽക്കുന്നു. ഓസ്ട്രിയ 2 കളി 3 പോയിൻറ്റ്, അൾജീരിയ 2 കളി 3 പോയിൻറ്റ്. ഇതാണ് ഈ ഗ്രൂപ്പിലെ സ്ഥിതി. ജോർദാൻ 2 കളി 2 പൊട്ടി പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓസ്ട്രിയ, അൾജീരിയ ഇങ്ങനെയുള്ള ടീമുകൾ അവിടെ അടുത്ത കളി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതിൽ ആരെങ്കിലും ജയിച്ചാൽ അവർക്ക് 6 പോയിൻ്റ് ആവും. അതല്ല കളി സമനിലയാണെങ്കിൽ അർജൻറ്റീന ഉറപ്പായിട്ടും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ്. പിന്നെ അർജൻറ്റീന എന്തായാലും ജോർദനെതിരെയാണ്, അത് അർജൻറ്റീന ജയിക്കും. മറ്റാർക്കും ഒരു സാധ്യതയും അവിടെ ഉണ്ടാവില്ല. അർജൻറ്റീന 9 പോയിൻറ്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകും. ഈവൻ സമനില കിട്ടിയാലും അർജൻറ്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കും. അപ്പോൾ സമനിലയ്ക്കൊന്നും കാര്യമില്ല, അർജൻറ്റീന ജയിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്നുള്ളത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി നോക്കണം അർജൻറ്റീന ശ്രദ്ധിക്കേണ്ട ഗ്രൂപ്പ് ഏതാണെന്ന് അറിയോ? ഗ്രൂപ്പ് എച്ചാണ്. ഗ്രൂപ്പ് എച്ചിൽ നിന്നാണ് അർജൻറ്റീനയുടെ എതിരാളികൾ അപ്പോൾ വരാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ ഗ്രൂപ്പ് എച്ചിൽ 2 കളി 4 പോയിൻറ്റോടെ സ്പെയിൻ ഒന്നാമത്, 2 കളി 2 പോയിൻറ്റോടെ ഉറുഗ്വായ് രണ്ടാമത്, 2 കളി 2 പോയിൻറ്റോടെ കേപ്പ് വെർദെ മൂന്നാമത്, 2 കളി 1 പോയിൻറ്റോടെ സൗദി അറേബ്യ നാലാമത്. കോംപ്ലിക്കേറ്റഡ് ആണ്. ആരും 1, 2, 3, 4 സ്ഥാനത്തൊക്കെ വരാം. അർജൻറ്റീന എതിരാളിയായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്നുള്ള 2ാം സ്ഥാനക്കാരാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്പെയിൻ ആകാം, ഉറുഗ്വായും ആകാം, കേപ്പ് വെർദെ ആകാം, ഈവൻ സൗദി അറേബ്യയും ആകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ആ ഗ്രൂപ്പിൽ ഇനിയുള്ള കളികൾ സ്പെയിനും ഉറുഗ്വായും തമ്മിലൊരു കളിയും കേപ്പ് വെർദെയും സൗദി അറേബ്യയും തമ്മിലുള്ള കളിയുമാണ്. അപ്പോൾ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് ആര് വരും നോക്കാം നമുക്ക്. റൗണ്ട് ഓഫ് 32-ൽ സ്പെയിൻ അർജൻറ്റീനയുടെ എതിരാളിയാവുമോ? ആവാനുള്ള സാധ്യത 2 തരത്തിലാണ്. ഒന്ന്, ഉറുഗ്വായ് സ്പെയിനിനെ പരാജയപ്പെടുത്തുക, കേപ്പ് വെർദെ സൗദി അറേബ്യയുമായിട്ട് സമനിലയിൽ കുരുങ്ങുക. അങ്ങനെ സംഭവിച്ചാൽ സ്പെയിനായിരിക്കും റൗണ്ട് ഓഫ് 32-ൽ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് വരിക. ഇനി അതല്ല, മറ്റൊരു സാധ്യത, ഉറുഗ്വായ് സ്പെയിനെ പരാജയപ്പെടുത്തുക, സൗദി അറേബ്യ കേപ്പ് വെർദയെ പരാജയപ്പെടുത്തുക. ഇത് രണ്ടും സംഭവിച്ചാൽ ഈ 2 സാധ്യതകളാണ് ഇപ്പോൾ സ്പെയിന് അവരുടെ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് റൗണ്ട് ഓഫ് 32-ൽ എത്താനുള്ള സാധ്യത. ഇനി കേപ്പ് വെർദെ അർജൻറ്റീനയുടെ എതിരാളിയായിട്ട് റൗണ്ട് ഓഫ് 32-ൽ എത്താൻ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഒരു കാര്യം, സ്പെയിന് ഉറുഗ്വായെ പരാജയപ്പെടുത്തുകയും കേപ്പ് വെർദെ സൗദി അറേബ്യയെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ സ്പെയിൻ 1ാം സ്ഥാനക്കാരും കേപ്പ് വെർദെ ഗ്രൂപ്പ് 2ാം സ്ഥാനക്കാരുമാവും. അപ്പോൾ കേപ്പ് വെർദെ ആയിരിക്കും അർജൻറ്റീനയുടെ റൗണ്ട് ഓഫ് 32-ലെ എതിരാളികൾ. മറ്റൊരു സാധ്യതയുള്ളത്, സ്പെയിന് ഉറുഗ്വായെ പരാജയപ്പെടുത്തുക, കേപ്പ് വെർദെ സൗദി അറേബ്യയുമായിട്ട് സമനിലയിൽ പിരിയുക. അങ്ങനെ സംഭവിച്ചാലും സ്പെയിൻ 1ാം സ്ഥാനക്കാരാവും, കേപ്പ് വെർദെ 2ാം സ്ഥാനക്കാരാവും. കേപ്പ് വെർദെ ആയിരിക്കും അപ്പോൾ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് റൗണ്ട് ഓഫ് 32-ലേക്ക് എത്തുക. ഇനി സൗദി അറേബ്യ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് വരുമോ? അങ്ങനെ വന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് പണി കൊടുത്ത ടീമാണല്ലോ സൗദി അറേബ്യ. വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ? സാധ്യതയില്ലാന്നൊന്നും പറയാൻ പറ്റൂല. അതിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, ഒന്ന്, സ്പെയിന് ഉറുഗ്വായെ പരാജയപ്പെടുത്തുകയും സൗദി അറേബ്യ കേപ്പ് വെർദയെ പരാജയപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ സ്പെയിന് അവരുടെ ഗ്രൂപ്പിൽ 1ാമതാവുകയും സൗദി അറേബ്യ ഗ്രൂപ്പിൽ 2ാമതാവുകയും ചെയ്യും. ആ 2ാം സ്ഥാനക്കാരോട് അർജൻറ്റീനയ്ക്ക് കളി വരും. ഇനി അതല്ലെങ്കിലുള്ളൊരു സാധ്യത, സ്പെയിൻ ഉറുഗ്വായുമായിട്ട് സമനിലയിൽ പിരിയുക. അപ്പം സ്പെയിൻ തന്നെ 1ാം സ്ഥാനം പിടിക്കും. ദെൻ സൗദി അറേബ്യ കേപ്പ് വെർദയെ പരാജയപ്പെടുത്തുക. അപ്പോൾ 2ാം സ്ഥാനമായിട്ട് സൗദി അറേബ്യ വരും. ഇതാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിലെ സാധ്യത. സോ ഈ ടീമുകളൊക്കെ വേണമെങ്കിൽ അർജൻറ്റീനയ്ക്ക് എതിരാളിയായിട്ട് വരാം എന്നുള്ളതാണ്. സ്പെയിൻ വേഴ്സസ് ഉറുഗ്വായ് കളിയും കേപ്പ് വെർദെ വേഴ്സസ് സൗദി അറേബ്യ കളിയും അർജൻറ്റീന ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതായിരിക്കും. അതിൽ നിന്നാണ്, ഗ്രൂപ്പ് എച്ചിലെ ആ കളികളിൽ നിന്നാണ്, 3ാം റൗണ്ട് മത്സരങ്ങളിൽ നിന്നാണ് തീർച്ചയായിട്ടും ഇവരുടെ എതിരാളിയെ ഇനി തീരുമാനിക്കപ്പെടാനുള്ളത്. അപ്പോൾ ആ മത്സരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ജൂൺ 27-ന് പുലർച്ചെ 5:30-നാണ് ആ കളി നടക്കുന്നത്. കാത്തിരിക്കാം അർജൻറ്റീനയുടെ എതിരാളിയെ മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.